ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വേൾഡ് ഓഫ് ദ മാരീഡ് എന്ന് പറഞ്ഞ 2020 ഇറങ്ങിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കെ ഡ്രാമയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മൊത്തം 16 എപ്പിസോഡ്സ് ഉണ്ട്. ഈ ഒരു ഡ്രാമയുടെ വൺലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലിയിലേക്കാണെങ്കിൽ അവിഹിതം വന്നിട്ട് ആ ഒരു ഫാമിലി മൊത്തം തകർക്കുകയും അതുമാത്രമല്ല നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അതിനെതിരെ പൊരുതി നിൽക്കുന്നതും അവളുടെ ആ ഒരു റിവെഞ്ചിൻ്റെ കഥയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രാമയിലുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പോകാം. നമ്മുടെ ഹീറോയിൻ്റെ പേരാണ് സുൻവോ. അവളൊരു ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ റെഡിയൊക്കെ ആയിട്ട് പുള്ളിക്കാത്തി കിടന്നുറങ്ങാൻ നിൽക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെ ഇവളുടെ അടുത്ത് മിണ്ടിയും പറഞ്ഞൊക്കെ അവരങ്ങനെ കിടക്കും. അങ്ങനെ രാവിലെ ആകുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ ഒരുപാട് ലേറ്റായി, പെട്ടെന്ന് റെഡി ആവാനൊക്കെ അവനോട് പറയും കേട്ടോ. അവനാണെങ്കിൽ ഡയറക്ടർ പോലത്തെ ഒരാളാണ്. അങ്ങനെ അവരാണെങ്കിൽ സല്ലപിച്ചൊക്കെ കഴിയുമ്പോൾ ഈ ഹീറോ ആയിട്ടുള്ള ലീത്തേഓ എന്നാണ് അവൻ്റെ പേര്. അവനാണെങ്കിൽ ഇവരുടെ ആ ഒരു കല്യാണ ഫോട്ടോ നോക്കി നിൽക്കൂട്ടോ. ആ ഒരു സമയത്ത് ഇവള് റെഡി ആയിട്ട് വരും. അവരുടെ ഒരു കൊച്ചു ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവൻ്റെ പേരാണ് ജൂഞ്ഞോങ് എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അപ്പോൾ അവനിങ്ങനെ ഫുഡ് കഴിച്ചിട്ടിരിക്കും. അപ്പോൾ അമ്മ പറയും, നീ എന്നാൽ ഇവനെ ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഹസ്ബൻഡിനൊക്കെ കിസ് ചെയ്തിട്ട് അവളാണെങ്കിൽ സന്തോഷത്തോടെ അവളുടെ വർക്ക് സ്പേസിലേക്ക് പോകും കേട്ടോ. അപ്പോൾ പോണ വഴിയാണെങ്കിൽ ഹസ്ബൻഡ് പറയും, നല്ല തണുപ്പല്ലേ, നീ ഇത് ഇട്ടോളാൻ പറഞ്ഞ് അവൻ്റെ സ്കാർഫൊക്കെ കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ വണ്ടി ഓടിച്ചിട്ടിരിക്കുമ്പോൾ അവളുടെ നെയ്ബറിൻ്റെ അടുത്തൊക്കെ സംസാരിക്കും. ഇടി ട്രിപ്പൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ നെയ്ബർ ഇങ്ങനെ പറയും, ആ നല്ല രസമുണ്ട്, ഞങ്ങളെന്തോ ഹണിമൂണിന് പോയാലാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ നോക്കുമ്പോൾ എന്താ ഹസ്ബൻഡ് ഒട്ടും താല്പര്യമില്ലാതെ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ രണ്ടുപേരും തമ്മിൽ അത്രയ്ക്ക് നല്ല ഒരു ബോണ്ടിലല്ല എന്നുള്ള കാര്യം. ആ ഒരു സമയത്ത് നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവള് വന്നിട്ട് ചോദിക്കും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ എന്തോ ബാറിൽ കയറി പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവളാണ് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ കേട്ടോ. അപ്പോൾ എന്ത് കേസ് ഉണ്ടെങ്കിലും പുള്ളിക്കാറ്റാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോലീസുകാരിങ്ങനെ പറയും, ഞങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ ഒരാൾ ബോധം കെട്ട് വീണേക്കണായിരുന്നു, ഇയാൾ എന്താ ചെയ്തതെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഒരു പക്ഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPR കൊടുത്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് ശരിക്കും ഈ കഴുത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഷർ കിട്ടും, ആ പ്രഷറിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മറ്റൊരു ഡയറക്ടറെ ആണെങ്കിൽ കാണിച്ചു കൊടുക്കട്ടെ. ആ ഡയറക്ടർ ഇതൊരു സാധനമൊക്കെയാണ്. ആ ഒരു സമയത്ത് പോലീസുകാരൻ പറയുമ്പോൾ ആണല്ലേ, ഞങ്ങൾ എന്തായാലും ഇനി മെഡിക്കലി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകും കേട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ പറയും, മിസ്റ്റർ മാ നിങ്ങൾ എന്തോരം കുടിച്ചു, ഭയങ്കര മണമുണ്ടല്ലോ, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളാനൊക്കെ പറഞ്ഞ് ആ ഒരു ഡോക്ടറിനെ പറഞ്ഞു വിടും. അപ്പോൾ ഇവളുടെ കൂട്ടുകാരിയുണ്ട്, ഒപ്പം വർക്ക് ചെയ്യുന്ന പെങ്കൊച്ചാണ്. അപ്പോൾ അവളിങ്ങനെ പറയും, എടി നീ എന്നാലും കലക്കി, ആ ഒരു ഡയറക്ടറിന് ആ ഒരു പിടി ആവശ്യമായിരുന്നു എന്നിങ്ങനെ പറയട്ടോ. അവൾ കാണിച്ചു കൊടുത്ത ആ ഒരു സംഭവമില്ലേ, ജസ്റ്റ് ഒരു ട്രയൽ കാണിച്ചു കൊടുത്തത്, അങ്ങനെ എന്തുണ്ടെങ്കിലും വഷളാക്കി കളയുമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കും. എന്നിട്ട് സുൻവോ ആണെങ്കിൽ അവളുടെ ആ ഒരു റൂമിൽ കയറിയിട്ട് സ്കാർഫ് ഊരി കളയുമ്പോൾ എന്താ ആ സ്കാർഫിലാണെങ്കിൽ ഒരു മുടി പോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് അങ്ങനെ അവളാണെങ്കിൽ പേഷ്യൻസിനൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പേഷ്യൻ്റ് ഇങ്ങനെ പറയും, എനിക്ക് ഉറക്ക ഗുളിക വേണമെന്ന് പറയുമ്പോൾ അവൾ പറയും, അങ്ങനെ പെട്ടെന്നൊന്നും ഉറക്ക ഗുളിക തരാൻ പറ്റില്ല, സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതിന് അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറയുമ്പോൾ അവൾ പറയും, എനിക്ക് എന്നാലും സൈക്കാട്രിസ്റ്റിന് ഇങ്ങനെ അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ, അതുപോലെ എനിക്കൊരു മരുന്നെങ്കിൽ എഴുതി തരാൻ പറയുമ്പോൾ അവൾ പറയും, സോറി എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറയുമ്പോൾ ആ പെങ്കൊച്ചാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകും. അത് കഴിഞ്ഞിട്ടുള്ളൊരു പേഷ്യൻ്റ് അവളെ കാണാൻ വരുന്നത് ഇത്തിരി റിച്ച് ആയിട്ടുള്ള ഒരാളായിരിക്കും കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ട് ഇങ്ങനെ പറയും, എൻ്റെ എക്സിബിഷനാണ് മാഡം വന്നെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, എനിക്ക് തിരക്കായിരിക്കും, വരാൻ ചാൻസ് കുറവാന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കത്തി പറയും, എന്തായാലും വന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ ആ സുൻവോയാണെങ്കിൽ സ്കാർഫിലത്തെ ആ ഒരു മുടി എടുക്കുമ്പോൾ എന്നാൽ നല്ലൊരു ചെമ്പിച്ച കളറുള്ളൊരു മുടിയായിരിക്കും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ അത് ഡസ്റ്റ്ബിന്നിലേക്ക് കളയും. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ കൊച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ മിക്കവരുടെ മുടി ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ എല്ലാം സംശയിച്ചൊക്കെ നിൽക്കുമ്പോൾ തന്നെ കൊച്ചാണെങ്കിൽ അങ്ങോട്ടേക്ക് വരും. ആ ഒരു സമയത്ത് അവൾ പറയും, ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടാകും, നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ഒരു പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് ഉരുട്ടുണ്ട് പറയും, എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് ഓർമ്മയില്ല, നീ അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു പെണ്ണ് പറയും, ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു ലീത്തയോ എനിക്കൊരു പൊസിഷൻ തന്നു, ഇങ്ങനെ ഒരു സെക്രട്ടറി ആവുന്ന ഒരു പൊസിഷൻ. അപ്പോൾ ഞാനിപ്പോൾ സെക്രട്ടറി ആയിട്ടാണ് നിൽക്കുന്നത്, അതാവുമ്പോൾ എനിക്ക് 5 മണിക്ക് പോരാലോ, ആ ഒരു സാറും 5 മണിക്ക് ഇറങ്ങാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുമ്പോൾ 5 മണിക്ക് ഇറങ്ങുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വീട്ടിൽ വരുമ്പോഴേ ഒരുപാട് ലേറ്റ് ആകും. അങ്ങനെ ഇവളാണെങ്കിൽ രാത്രി ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണ് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കും, അവൻ 5 മണിക്കാണ് ഇറങ്ങണേന്നുള്ള കാര്യം. അപ്പോൾ യങ്ജുനാണെങ്കിൽ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡിസൈൻസ് ഉണ്ടാക്കണമായിരിക്കും, കേക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു മോഡൽ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, ഇത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് അച്ഛൻ വരുമ്പോൾ അവരത് ഒളിപ്പിച്ച് വെക്കും. അങ്ങനെ ഇവനോടാണെങ്കിൽ അമ്മ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറയും കേട്ടോ. ആ ഒരു
സമയത്ത് ഇവൻ കയറി പോകുമ്പോൾ അവളിങ്ങനെ പറയും, നീ എന്നാലും മറ്റേ ആ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ, അവൾ ഇത്ര നാളും നിന്റെ സെക്രട്ടറി ആയിരുന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ആ അതെ ഞാനതൊക്കെ പറയാൻ വിട്ടുപോയതാന്നൊക്കെ ഇങ്ങനെയുള്ള രീതിക്ക് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ അവളാണെങ്കിൽ ബാക്കിയുള്ള കറിയാണെങ്കിൽ ആ ഒരു നെയ്ബറിന് കൊണ്ടുപോയി കൊടുക്കും. ആ പെണ്ണിൻ്റെ മുടിയും ഇങ്ങനെ ചെമ്പിച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും, ഇതെന്തിപ്പോൾ എല്ലാവരുടെ മുടി ഇങ്ങനെ കളർ ചെയ്തേക്കണെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ആ നിനക്കറിയോ ഇവിടെ അടുത്തൊരു അയൽവക്കത്ത് ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് ചെമ്പിച്ച് പിന്നെ എല്ലാവരും ഇങ്ങനത്തെ ഇതാണ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഇവളുടെ ഹസ്ബൻഡ് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല അദ്ദേഹം വരണ സമയമാവണുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ല. ഹസ്ബൻഡ് അങ്ങോട്ട് വരുമ്പോൾ ഇവനൊരു ഒട്ടും താല്പര്യമില്ലാത്ത രീതിക്ക് കയറി വരുമ്പോൾ മറ്റേ വൈഫ് ഇങ്ങനെ പറയും, സുൻവോ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ്റെ മുഖമൊക്കെ ആകെ മാറിയിട്ട് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയും, ആ എന്ത് സുൻവോ വന്നേന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും, സുൻവോ ഈ കറി തരാൻ വേണ്ടി വന്നാന്ന് പറയുമ്പോൾ അപ്പം തന്നെ അവൻ വന്നിട്ട് പറയും, ആ അല്ലെങ്കിലും ലീത്തയോ ഭയങ്കര ഭാഗ്യവാനാണ്, നിന്നെപ്പോലെ ഒരു വൈഫിനെ കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം കെട്ടിയോള് പറയും, ആ ലീത്തയൊക്കെ അറിയാം പെണ്ണുങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പെങ്കൊച്ചിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പം എന്തൊക്കെയോ ഒരു ദുരൂഹത പോലെ തോന്നും. ആ ഒരു സമയത്ത് അവനിങ്ങനെ പറയും, ആ അല്ലേലും ശരിയാ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അവൻ പ്രോയാന്ന് പറയുമ്പോൾ അവൾക്കൊട്ടും ഇഷ്ടപ്പെടാതെ അവൾ പറയും, ഞാൻ എന്നാൽ പോവാന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകും കേട്ടോ. ആ ഒരു സമയത്ത് ഇവളിങ്ങനെ അവൻ്റെ ഫോൺ നോക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഇവൻ കുളിക്കാൻ പോണ സമയത്ത് ഇവൻ്റെ ഫോൺ നോക്കുമ്പോൾ എന്താ വേറെ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയും, എടി ഞങ്ങളുടെ നൈബറിനും അങ്ങനത്തെ മുടിയാന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാർ പറയും, നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ലായിരിക്കും, നിനക്ക് തോന്നണേ, നിനക്ക് സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് തോന്നണേന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. നീ എന്തായാലും ഒന്നുകൊണ്ടും പേടിക്കണം, നമ്മളൊക്കെ ഇപ്പം 40 വയസ്സുണ്ടെങ്കിലും അവനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 30 വയസ്സുള്ള പോലെയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ആ ശരിയാന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ അവളിങ്ങനെ ഒരു പേഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നിൽക്കണായിരിക്കും. ആ ഒരു സമയത്ത് തന്നെ 5 മണിയാകുമ്പോൾ ഇവളാണെങ്കിൽ മറ്റേ പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കും. അവനെന്നും കൃത്യം 5 മണിക്ക് ഇറങ്ങും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അവൾ പെട്ടെന്ന് തന്നെ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പേഷ്യൻ്റെ അടുത്ത് നിർത്താതെ തന്നെ പുള്ളിക്കാരത്തി ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകും കേട്ടോ. ആ ഒരു സമയത്ത് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവൻ്റെ ആ ഒരു ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യും. ആ ഒരു സമയത്ത് തന്നെ ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവളിങ്ങനെ ഫോളോ ചെയ്ത് നിൽക്കുമ്പോൾ ഇവനാണെങ്കിൽ എന്തോ ഫ്ലവേഴ്സൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറുമ്പോൾ ഒരു പെണ്ണിനെയാണെങ്കിൽ ഒരു സർക്കാർ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകണമായിരിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഈ ഒരു ഡോക്ടറിനെ കാണും കേട്ടോ. മുന്നേ സ്ലീപ്പിംഗ് പിൽസ് മേടിച്ച പെൺകൊച്ചായിരിക്കും. ആ പെണ്ണിങ്ങനെ പറയും, എന്നെ രക്ഷിക്കണം പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിൽ ഇവളെ പിടിച്ചുകൊണ്ട് അങ്ങ് പോകും. നീ എൻ്റെ പൈസ തരാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളുടെ നിന്ന് പൈസ മേടിക്കണമായിരിക്കും കേട്ടോ ആ ഒരാളും. അപ്പോൾ ഇവളാണെങ്കിൽ അവളെ രക്ഷിക്കാനുള്ള രീതിക്ക് ഡോറ് തുറക്കുമ്പോൾ തന്നെ എന്താ ആ ഒരു ഹസ്ബൻഡ് ഇങ്ങനെ പൂവൊക്കെ മേടിച്ചിട്ട് ഇറങ്ങുന്ന കണ്ടിട്ട് ഇവൾ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്തിട്ട് നോക്കുമ്പോൾ എന്താ ഒരു ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും കേട്ടോ ഹസ്ബൻഡ് കയറി പോകുന്നത്. അതൊരു പാലിയേറ്റീവ് കെയർ പോലത്തെ ഒരു ഹോസ്പിറ്റലായിരിക്കും. അവിടെ ആയിരിക്കും ഇവളുടെ അമ്മായിയമ്മ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവളാണെങ്കിൽ അകത്തോട്ട് കയറുമ്പോൾ എന്താ റിസപ്ഷനിൽ ഇവൻ കൊണ്ടുവന്ന ഒരു പൊതി ഉണ്ടാകും. അങ്ങനെ കയറി നോക്കുമ്പോൾ എന്താ ഈ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അമ്മക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ഫ്ലവറൊക്കെ മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവനിങ്ങനെ പറയും, നീ എന്തിപ്പോൾ എവിടെ വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഒന്നുമില്ല, ഞാനിന്ന് വർക്ക് കഴിഞ്ഞപ്പോൾ അമ്മേനെ കാണാമെന്ന് ഓർത്തു, അതുകൊണ്ട് വന്നാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് അവൾ പറയും, ഞാനിത് ഒരു ബാസ്ക്കറ്റിൽ വച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ ഒരു ബാസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങും. ആ ഒരു സമയത്ത് ഇവനിങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും, എനിക്ക് നിന്നിപ്പോൾ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, അതൊന്നും സാരില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഞാൻ എന്നും ഇങ്ങനെ 5 മണിക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് നേരെ ഇങ്ങോട്ട് വരാറാണ് പതിവ്, അമ്മയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാറാണ് പതിവ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ സോറി എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു ഇത് മേടിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് സാധനം മേടിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ പറയും, ഒരുപാട് നന്ദിയുണ്ട് കേക്ക് മേടിച്ചെന്നതിൽ, അത് മാത്രമല്ല അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ആ ഒരു മോൻ എപ്പോഴും വരാത്തതുകൊണ്ട്, കഴിഞ്ഞ കൊല്ലം വന്നു തരിക എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് എന്തോ ഒന്ന് തോന്നും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം മുന്നേ അവൻ പറഞ്ഞതാണല്ലോ എപ്പോഴും അമ്മേനെ കാണാൻ വരാറുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് കള്ളമാണെന്ന് അവൾക്ക് മനസ്സിലാക്കും. അങ്ങനെ അവൾ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേണ്. എന്നിട്ട് അവരങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരും കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവനാണെങ്കിൽ റെഡി ആയിട്ട് പോകുമ്പോൾ ഇവള് ചോദിക്കും, നീ ഇതെങ്ങടെ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ ഒരു ചെയർമാൻ ഉണ്ട്, എനിക്കറിയാവുന്ന ഒരാളാണ്, അയാളുടെ വൈഫിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഓ ആ ഒരു പുള്ളിക്കാരുടെ എക്സിബിഷൻ അല്ലേ, എന്നെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയും, നിനക്കത് എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ പെണ്ണ് എൻ്റെ പേഷ്യൻ്റാന്ന് പറയും കേട്ടോ. എന്തായാലും നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് അവളും കൂടെ അവൻ്റെ കൂടെ ഒരു എക്സിബിഷന് പോയിട്ടുണ്ടാകും. അങ്ങനെ അവർ ആ വീട്ടിൽ കയറുന്നേക്ക് മുന്നേ അവൻ ഇങ്ങനെ പ്രത്യേകം പറയും, നീ എന്തായാലും സൂക്ഷിച്ച് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു പ്രൊജക്റ്റിൽ പുള്ളി എനിക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, പുള്ളി വലിയൊരാളാണ്, അതുകൊണ്ട് നീ അതനുസരിച്ച് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അവൾ ആ ഓക്കെ എന്നുള്ള രീതിക്ക് ഞാൻ നിൽക്കും. അങ്ങനെ അവരകത്തോട്ട് കയറിപ്പോയി കഴിയുമ്പോൾ ഇവനാണെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഹലോ സർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിലും അയാളാണെങ്കിൽ ആ ഒരു ചെയർമാൻ
ക്യാമറാമാൻ ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങ് മൈൻഡ് കൊടുക്കുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പെങ്കൊച്ചി വന്നിട്ട് ഇങ്ങനെ പറയും ഹലോ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മറ്റേ പുള്ളിക്കാത്തി പറയും ആ ഡോക്ടർ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുള്ള ഒരു ഡോക്ടർ സുൻവോ ഇല്ലേ അത് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറയും അവളെപ്പോഴും പറയും ഇങ്ങനെ ഡോക്ടറിനെ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോൾ അവളിങ്ങനെ പറയും ഇതെൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഫിലിമിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എപ്പോഴെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വർക്കൊക്കെ ഒന്ന് നോക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും ആ പിന്നെന്താ ഞാൻ നോക്കാലോ, ഹസ്ബൻഡിൻ്റെ പേരെന്താന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു കേട്ടോ. ആ ഒരു സമയത്താണെങ്കിൽ മറ്റേ പെണ്ണില്ലേ ഇവളുടെ അടുത്ത് സ്ലീപ്പിംഗ് പിൽസ് ചോദിച്ച പെണ്ണ്, ആ പെണ്ണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇവളെ കണ്ടിട്ട് ഒരു പുച്ഛത്തിൽ ഇങ്ങനെ നിൽക്കും. ആ ഒരു സമയത്ത് ആ പെണ്ണിങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ അവിടെ ഉണ്ടാവും കേട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ പറയും എന്നോട് ക്ഷമിക്കണം എനിക്കിതിനെ രക്ഷിക്കാൻ പറ്റിയില്ല, എനിക്കൊരു അത്യാവശ്യമുള്ളൊരു കാര്യം വന്നുകൊണ്ടാന്ന് പറയുമ്പോൾ അവൾ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയട്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും അത് നിൻ്റെ ആരാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എൻ്റെ ബോയ് ഫ്രണ്ടാ, എൻ്റെ ബോയ് ഫ്രണ്ട് എപ്പോഴും എന്നെ ഉപദ്രവിക്കും, അവനാൾ നോർമൽ അക്കൂട്ടൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് മാത്രമല്ല നിങ്ങളൊക്കെ എന്ത് ഭാഗ്യമുള്ളവരാ, നിങ്ങളുടെ ലൈഫ് ആണ് ഏറ്റവും നല്ലൊരു ലൈഫ് എന്നൊക്കെ ഇങ്ങനെ പറയും, നിങ്ങൾ ഇത്ര സക്സസ്ഫുൾ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും നീ വിചാരിക്കണ പോലെ അല്ല എല്ലാവരുടെയും കാര്യം എന്നൊക്കെ പറയുമ്പോൾ അവൾ ചോദിക്കും അതെന്താ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ തല്ലോന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഈ തല്ലൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും എന്തെങ്കിലും കട്ടെടുത്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും കട്ടെടുത്തില്ല എന്ന് പറയും. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും നിങ്ങളെന്തിനാ അതോർത്ത് ടെൻഷൻ അടിക്കുന്നത്, അദ്ദേഹം ചീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഇത് കണ്ടുപിടിച്ചിട്ട് അയാളെ പുറത്താക്കുക അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും അത്രയൊന്നുമല്ല, കല്യാണം അത്ര നിസ്സാര കാര്യമൊന്നുമില്ല, എനിക്കൊരു കൊച്ചുണ്ട്, ഞാൻ അത് അനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ വലിയ സക്സസ്ഫുൾ ആയിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അങ്ങനെ മറ്റേ പുള്ളിക്കാരത്തി ആണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ എക്സിബിഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു പുള്ളിക്കാരത്തിയുടെ മകളെ കാണിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടാകും. എന്നിട്ട് അവൾ പറയും നാളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, നിങ്ങൾ ഫാമിലി ആയിട്ട് വരാൻ പറയുമ്പോൾ പുള്ളിക്കാരത്തി പറയും പിന്നെന്താ ഞാൻ വരാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ക്ഷണമൊക്കെ സ്വീകരിക്കും. എന്നിട്ട് അങ്ങനെ അവർ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ പെങ്കൊച്ചിന് വല്ലാത്തൊരു സംശയം തോന്നിയിട്ട് അവളാണെങ്കിൽ ഓൺലൈനിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും ഹസ്ബൻഡ് എങ്ങനെ ചീറ്റ് ചെയ്യണമെന്ന് അറിയാമെന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ മിക്കതും അവിടെ ഇല്ലീഗലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സംഭവങ്ങളിൽ നമ്മൾ ക്യാമറ വെക്കുന്നതും അതേപോലെ തന്നെ ലൊക്കേഷൻ അറിയുന്ന ആ ഒരു ഡിവൈസ് ഒന്നും കൊറിയയിൽ യൂസ് ചെയ്യാൻ പാടില്ല, അതൊക്കെ അവിടുത്തെ സേഫ്റ്റിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ലീഗലി അതൊരു കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ പിറ്റേന്ന് തന്നെ ആ ഒരു പെണ്ണിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും കേട്ടോ. അപ്പോൾ അവൾ മേടിക്കാൻ പോകുമ്പോൾ സുൻവ പറയും ഞാനൊരു കാര്യം പറയാം അത് നീ ചെയ്തു തരാണെങ്കിൽ ഇത് തരാമെന്ന് പറയുമ്പോൾ അവൾ ഓക്കെ എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കും. അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ആ ഒരു ഹസ്ബൻഡ് ഇല്ല ലിത്തിയോനെയാണെങ്കിൽ ഫോളോ ചെയ്യണം. അപ്പോൾ ഇവളാണെങ്കിൽ ഫോളോ ഒക്കെ ചെയ്യട്ടെ, ഫോളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാൾ ഏതോ ഒരു ഫ്ലാറ്റിലോട്ട് കയറി പോകുമ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ടാകും, അവൾക്ക് മെസ്സേജ് അയക്കും അവളിനിങ്ങനെ ഏതോ ഫ്ലാറ്റിലേക്ക് കയറി എന്ന് പറയും. അപ്പോൾ ഇവളാണെങ്കിൽ അതൊക്കെ ഫോണിൽ കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവളുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരിക്കും കേട്ടോ ഒന്ന്. അപ്പോൾ അവൾ ഇങ്ങനെ കേക്ക് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവളിങ്ങനെ പറയും മറ്റവളിങ്ങനെ പറയും ഞാൻ കണ്ടു അതൊരു പെണ്ണാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾക്ക് വല്ലാതൊരു ഹേർട്ടാകും. അപ്പോൾ അവൾ ചോദിക്കും നീ അവളുടെ മുഖം കണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ മുഖം കണ്ടില്ല, എനിക്ക് മുഖം കാണാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. ഞാൻ മാക്സിമം ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ആ ഒരു വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അവൾക്ക് കൊടുക്കും. അപ്പോൾ അവളാണെങ്കിൽ ആ കൊച്ച് വരച്ചതിൻ്റെ ആ ഒരു മോഡലിൽ തന്നെ കേക്ക് മേടിക്കാൻ വേണ്ടി നിൽക്കണായിരിക്കും, ഒരുപാട് സങ്കടത്തോടെ നിൽക്കണായിരിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുൻവു ആണെങ്കിൽ മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് അവളാണെങ്കിൽ നേരെ മറ്റവളുടെ വീട്ടിലേക്ക് പോകും കേട്ടോ. ആ ഒരു സ്ലീപ്പിംഗ് പിൽസ് ചോദിച്ചാൽ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അവളാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും നീ എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് എല്ലാവരും വന്നിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ മോനും വരുമ്പോൾ അവൻ ചോദിക്കും അമ്മ എന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും കാറിലാന്ന് പറയും കേട്ടോ. അപ്പോൾ അവളങ്ങനെ കാറിലിരുന്ന് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ടാകും ആ ഡിക്കിയിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ടാകും ആ ഒരു കാറിൻ്റെ. അങ്ങനെ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് കീ ചോദിച്ചിട്ട് പറയും ക്യാമറ കാണാനുള്ള ക്യാമറ നിൻ്റെ വണ്ടിയിലുണ്ടോന്ന് ഞാൻ തപ്പട്ടെ എന്ന് പറഞ്ഞ് കീ മേടിച്ചിട്ട് അവൾ ആ വണ്ടിയിലൊക്കെ തപ്പൂട്ടോ. അങ്ങനെ അകത്തൊക്കെ തപ്പിക്കഴിയുമ്പോഴും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഡിക്കി സെർച്ച് ചെയ്യാന്നോർത്ത് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. പിന്നെയാണ് അവൾ ശ്രദ്ധിക്കുന്നത് അവിടുത്തെ ഒരു മാറ്റ്. അങ്ങനെ മാറ്റ് പൊക്കിയിട്ട് നോക്കുമ്പോൾ എന്താ അവിടെ വേറൊരു അറ ഉണ്ടാകും. അവൾ തുറന്ന് നോക്കുമ്പോൾ എന്താ ഒരു ബാഗ്, ആ ബാഗിനുള്ളിലാണ് ഈ ഒരു ഫോണ്. ആ ഫോൺ ഓൺ ആക്കുമ്പോൾ എന്താ വേറൊരു പെണ്ണിൻ്റെ ഫോട്ടോ കേട്ടോ. അപ്പോൾ അതിനകത്ത് പല പല സംഭവങ്ങളുണ്ടാകും. അവളുടെ കൂടെ നിന്ന് ചിരിച്ചവരുടെയൊക്കെ ഫോട്ടോസൊക്കെ
ഒരുമിച്ച് കാണും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാന്നുള്ള രീതിക്ക്. എന്നിട്ട് അവൾ മെസ്സേജ് നോക്കുമ്പോൾ എന്താ അവളുടെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഇവനിക്ക് മെസ്സേജ് ഇട്ടുണ്ടാകും, എടാ അവൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്, നീ ആ ഫോൺ മറച്ചു വെക്കണം, എന്നെ എങ്ങാനും അവൾ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവൾ കാണുമ്പോൾ വല്ലാതെ ഷോക്കാവട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഉള്ള ആളുകളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് തന്നെ അവൾ വല്ലാതെ അങ്ങ് തകർന്നു പോകും. അങ്ങനെ അവൾ ഡോറൊക്കെ അടിച്ചിട്ട് അവളുടെ ആ ഒരു ഡിക്കിയിൽ നിന്നാണെങ്കിൽ ഒരു കത്രിക എടുത്തിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പം ഇതോടെയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് 1 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.